ഹായ് ഫ്രണ്ട്സ് ഡയറക്റ്റ് പോവാം അങ്ങനായിട്ട് അതിൽ ഹീറോയിൻ്റെ ഫ്രണ്ട് അങ്ങനായിട്ട് പൂജ പിന്നെ ഹീറോയി ഉണ്ടായിരുന്നു. ഹീറോയി പൂജനെ ഫോളോ ചെയ്ത് വന്നായിരുന്നു. പൂജ പറയായിരുന്നു ശരിടി ഞാനും കൂടെ വരാം. പൂജ മാത്രമല്ല പ്രിയവും കൂടെ ഉണ്ടായിരുന്നു. പ്രിയവും കൂടെ വന്നായിരുന്നു. ഇവളെവിടേക്കാണ് പോകുന്നത് എന്നെ വിട്ട് ഇറക്കി പോവാ എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് കോൾ ചെയ്ത് വിളിച്ചായിരുന്നു. ഹീറോയി വന്നായിരുന്നു. അങ്ങനെയായിട്ട് രണ്ടുപേരും ആ ടീച്ചറാണ് ഹീറോയിൻ ഇവിടെ ഇരുന്ന് അവഞ്ചി നോക്കായിരുന്നു. ടീച്ചറാണ് ഇത് ഭയങ്കര ഷോക്ക് എന്തും വെച്ച് ടീച്ചർ പറയായിരുന്നു. എന്താ പറയായിരുന്നു ഞാൻ ടീച്ചറാണെന്ന് പറയായിരുന്നു. ഓ ടീച്ചറാണോ എന്ന് ചോദിക്കുമ്പോൾ ടീച്ചർ മതി ഒരു കാർഡ് ഇട്ടായിരുന്നു. അതുകൊണ്ട് ടീച്ചർ വരുന്നതാണ് ഇവർക്ക്. നിങ്ങളുടെ ടീച്ചറാണോ ഫസ്റ്റ് ക്ലാസ് ടീച്ചറാണോ? ആ അതെയാണ് പറയായിരുന്നു. ശരി ഓക്കെ ആ ടീച്ചറാണ് അത് എന്ന് പറയായിരുന്നു. ഇല്ല എന്നെ അറിഞ്ഞ ടീച്ചറാണെന്ന് പറയായിരുന്നു. ഓക്കെ അത് സാറാണോ ഇങ്ങനൊരു പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഹീറോയി പറയായിരുന്നു. നിങ്ങൾ പറഞ്ഞവരോട് പോയായിരുന്നു വാടി പോവാം എന്ന് പറഞ്ഞു. ഏത് കോളേജ് നീ ഈ കോളേജ് ടീച്ചറാണോ എന്ന് ചോദിക്കുമ്പോൾ ഹോ അപ്പം അതേ കോളേജില്ല വാടി എന്ന് പറഞ്ഞു. സ്കൂളില്ല എന്ന് പറഞ്ഞു. ഹീറോയിൻ ഫ്രണ്ട്സ് അങ്ങനെ അവർ പോയിരുന്നു. അതിനായിട്ട് പുറകിൽ പോയിരുന്നു. പുറകിൽ പോയപ്പോൾ എന്ത് സംഭവിച്ചു പറഞ്ഞ ഹീറോയി പറയായിരുന്നു. എടി അതേ കോളേജിലാണോ അതേ സ്കൂളിലാണോ? അതെടി ഇപ്പോൾ 12th നെക്സ്റ്റ് കോളേജാണ് വാടി. എടി എനിക്കൊന്ന് കാണോ? കണ്ടുമുട്ടുന്ന പ്രശ്നമില്ല എടി നമുക്ക് പോവാം ശരിയെന്ന് പറഞ്ഞു. അങ്ങനായിട്ട് രണ്ടുപേരും ഹീറോയിൻ നല്ല വർക്കായിരുന്നു. എടി ഇവരിക്കില്ല എങ്ങനെ പോവാ എന്നെ ഫോളോ ചെയ്ത് പോയായിരുന്നു. അങ്ങനായിട്ട് ഇവർ ഫോളോ ചെയ്ത് പോയിട്ട് ഇവിടെ തന്നെ ഉള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ വീ ഇറങ്ങി വീനെ ഫ്രണ്ട്സ് വിളിക്കായിരുന്നു. അത് വിളിച്ചതുകൊണ്ട് ജിമ്മിനും ജങ്കുക്ക് വന്ന് വിളിച്ചായിരുന്നു വീനെ. അതുകൊണ്ട് അപ്പം ഹീറോയിൻ്റെ ഫ്രണ്ട്സൊക്കെ മനസ്സിലാവും. ഓ അപ്പം പേര് വിയാ. എന്നിട്ട് പിന്നെ പറയണ കിംടാൻ എന്താ ഇത് കിംടാൻ പറയാ വി എന്ന. ശരി ഓക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം ഫോളോ ചെയ്ത് നോക്കായിരുന്നു. ശരി അങ്ങനെ ഫോട്ടോ എടുത്തായിരുന്നു. അങ്ങനെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ ഹോട്ടൽ അതെ ഫ്ലാറ്റൊക്കെ വന്നായിരുന്നു. എണീ പറയാം നാനു എന്ത് മച്ച് കുറച്ച് ഉറങ്ങാം. എടി നിൻ്റെ ആളെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. എന്താ കണ്ടുപിടിച്ചോ എന്ന് കണ്ണ് മിന്നായിരുന്നു. അയ്യോ എന്ന് പറയായിരുന്നു ഹീറോയുടെ ഫ്രണ്ട് പൂജ. എന്തുണ്ട് അയ്യോ എന്ന് പറയാം. എന്ത് കോളാ ഇത് പൂടി പറയണ്ട. എടി ഒരു ഇതിൽ സ്നാഡ് ന്യൂസ് ഉണ്ട്. എന്താ സ്നാഡ് ന്യൂസ്? എടി അവൻ 12th പഠിക്കുന്നു. എന്താ 12th? അതെ ഇപ്പോൾ 12th പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് കോളേജിലാണ് പോകുന്നത് ജോയിൻ ചെയ്തത്. എന്ത് കോളേജാ എന്ന് പറഞ്ഞ് ഹീറോയുടെ വീട് ചേഞ്ച് ആയിരുന്നു. എന്താടി നിനക്കെന്താ എന്ത് ചെയ്യാടി? അതുമാത്രമല്ല അവൻ്റെ പേര് കിംടാനെന്ന് പറയുന്ന കേട്ടായിരുന്നു. ഹീറോയ്ക്ക് ഇങ്ങനെ പേര് പറഞ്ഞ് ഷോക്കായിരുന്നു. അതുമാത്രമല്ല വോയിസ് ഏതോ കേട്ട മതിയാണോ അങ്ങനെ. അതെടി ഞാൻ കേട്ടായിരുന്നു. എല്ലാത്ത കാരണം ഞാനാ. അപ്പോൾ ഒരു വോയിസ് കേൾക്കും ഫോണിൽ സംസാരിച്ച് പോകുമ്പോൾ അവനെ വിളിക്കുന്ന കേട്ടായിരുന്നു. അപ്പോൾ ഇവനാക്കി ടൈം അതെടി അതൊക്കെ ഇപ്പം എന്ത് ചെയ്യാം എടി എനിക്കൊരു മാറി ഹീറോയ്ക്ക് ഏജ് കേൾക്കുന്ന ഷോക്കായിരുന്നു. എങ്ങനെ സെറ്റാവും എന്ന് പറഞ്ഞ് ഹീറോയിൻ വീട് ചേഞ്ചായി. അതൊന്നും സെറ്റാവില്ല മോളെ. അവന് കാണാൻ വൈറ്റ് ആയിട്ടുണ്ട്. നിനക്ക് എങ്ങനെയടി സെറ്റാവും എന്നെ ഹീറോയിൻ്റെ 2 ഫ്രണ്ട്സ് ഭയങ്കര കളിയാക്കായിരുന്നു. എന്നെ മേലെ ഇൻട്രസ്റ്റ് പറയല്ലോ അവനക്ക് കൊറിയൻ ഗേൾസിനെ പിടിക്കും നീ ഇന്ത്യൻ ഗേളല്ലേ. അതൊന്നും സെറ്റാവില്ല. 2 ഫ്രണ്ട്സ് ഹീറോയിനെ വെരുപ്പിയിട്ട് ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. എടി അങ്ങനെ ഒന്നും പറയണ്ടടി എനിക്കിഷ്ടപ്പെട്ട ആളാ എന്ന് പറഞ്ഞ് ഹീറോയിൻ പറയാം എനിക്ക് അവനെ പിടിച്ച് ക്രഷായി പോയിടി എന്ന് പറയാം. അതെങ്ങനെയടി സെറ്റാവും നോക്കാം എന്ന് പറഞ്ഞ് ഹീറോയിനോട് വെച്ച് കളിയാക്കായിരുന്നു. ഇതൊക്കെ ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. ശരിടി ശരി ഒരു പ്ലാൻ വെച്ചിട്ടുണ്ട്. എന്താ പ്ലാൻ എന്ന് പറയായിരുന്നു. 1 മിനിറ്റ് എന്ന് പറഞ്ഞ് അങ്ങനെ ഹീറോയി ഫോൺ ചെയ്തായിരുന്നു. അവിടെ ഒരു ഫോൺ എടുത്ത് ഹലോ മച്ചി എന്ന് പറയായിരുന്നു ഒരു വയസ്സ്. മച്ചി എല്ലാം അങ്ങോട്ട് പോട്ട് മാറി ഞാൻ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്യാം മാറി അതിലൂടെ വന്ന് ജോയിൻ ചെയ്യും എന്നിട്ട് വഴക്ക് പറയായിരുന്നു. വഴക്ക് പറയണ്ടടി ഞാൻ വരാം എന്ന് പറയണം. അങ്ങനെ അപ്പോൾ എന്തോ ടോർച്ചർ കിയാമ്മ എന്ന് പറയായിരുന്നു. എന്നിട്ട് ഇങ്ങനെ പറയാം. എന്നിട്ട് ഒരു വിള്ളത്തിനെ ചിരിച്ചിരിക്കുകയായിരുന്നു. എന്തടി ചിരിക്കുക എടി ഇങ്ങനെ ഹീറോ ഒരു വിള്ളത്തൻ ചിരിച്ചുകൊണ്ട് വന്നായിരുന്നു. എന്താ മച്ചി നീ കോളേജകത്ത് പോയി അത് സ്കൂളിൻ്റെ അകത്ത് പോയിട്ട് ഒരു സൈഡ് കേട്ടായിരുന്നു. എടി മണ്ടി അവന് കോളേജ് ജോബാ ഇപ്പം എക്സാമായി നെക്സ്റ്റ് അവന് കോളേജ് ജോയിൻ ചെയ്യുന്നത് എവിടെ കോളേജ് ജോയിൻ ചെയ്യുന്നത് എനിക്കറിയൂ എന്നെ ഹീറോ ചില തന്നെ ചിരിക്കായിരുന്നു.
ഇത് കേട്ട് ഷോക്കായിരുന്നു. ഏത് കോളേജാ? കോളേജ് പേര് പറയായിരുന്നു. അതേ കോളേജ് ജോയിൻ ചെയ്യാൻ പോവാ. അവിടെ ഫസ്റ്റ് പ്രൊഫസറായിട്ട് ഇവൻ ജോയിൻ ചെയ്യാൻ പോവാ. ഇവനെ ഞാൻ ജോയിൻ ചെയ്യിപ്പിക്കാം. ഹീറോയുടെ ഒരു ഫ്രണ്ടായിരുന്നു. ശരി ഓക്കെ, നീ ടെൻഷൻ ആവണ്ട എന്ന് പറയായിരുന്നു. ശരി ഓക്കെ, അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തത് കൊണ്ട് ഹീറോയ്ക്ക് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. നൈറ്റായിരുന്നു, എല്ലാവരും നേരത്തെ ഉറങ്ങിയായിരുന്നു. രാവിലായി. എന്താടി പറഞ്ഞ? അവന് വരൂ. എന്താടി വെച്ച് ഫോൺ ഹലോ, നീ എവിടേക്ക് എത്തി? എത്തിയിടി, ഞാൻ ഇപ്പം ഡൽഹിയിലുള്ളതാ. ഡൽഹിക്ക് എത്തിയോ? ശരി ഓക്കെ എന്ന് പറയുമ്പോൾ നടന്ന കാര്യമല്ല പറയായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം, ഓക്കെ അല്ലേ നമുക്ക്? വേറെ വഴിയില്ല. ശരി ഓക്കെ എന്ന് പറയായിരുന്നു. അങ്ങനെ നൈറ്റായിരുന്നു. അങ്ങനെ അവൻ വന്നെത്തി. ശരി ഇപ്പം എന്താ പ്രശ്നം? അങ്ങനെ വീണ്ടും ഫോട്ടോ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തായിരുന്നു. അങ്ങനായിട്ട് ഹീറോ വീനെ കുറിച്ച് ഇങ്ങനെ കണ്ടുപിടിച്ച് വന്നായിരുന്നു. അങ്ങനെ ഹീറോ വീനെ ഫോളോ ചെയ്ത് വന്ന് അത് ആരാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞ്. ശരി, ഇവനെ ഫോളോ ചെയ്യണം, മനസ്സിലായോ? ഇവനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് ഗേൾ ഫ്രണ്ട് ഇല്ലാൻ പാടില്ല. ഇവനിക്ക് നീ ക്ലാസ് ടീച്ചറായിട്ട് എങ്ങനെ പോയി ഇവനിക്ക് ക്ലാസ് ടീച്ചറാണോ? ഇവനിക്ക് ക്ലാസ് ടീച്ചറാണോ? അതൊക്കെ ഞാൻ എന്താ ചെയ്യാ? പറയുന്നു കേക്ക്. എന്നിട്ട് മറട്ടായിരുന്നു. ശരിമ്മ എന്ന് പറയായിരുന്നു. അങ്ങനെ ഇപ്പം ഹീറോയി പറയുന്നു, ശരി ഞാൻ പോവാ എന്ന് പറയായിരുന്നു. ശരിടി എന്ന് പറഞ്ഞത് സാഡായിരുന്നു. ഞാൻ ആ കോളേജിക്ക് ഇത് ഇൻ്റർവ്യൂ ഇന്ത്യയിലെ സർട്ടിഫിക്കറ്റ് കൊടുത്തായിരുന്നു. അങ്ങനെ എപ്പോൾ കോൾ ചെയ്ത് പറയൂ, ശരിടി എനിക്ക് ഫോൺ വന്നല്ലേ. എല്ലാവരും ഇന്ത്യക്ക് വന്നു. ഹീറോ ബിസിനസ് നോക്കി തുടങ്ങി. ഇപ്പോൾ കോളേജ് സ്റ്റാർട്ടായി. എന്നിട്ട് ഹലോ, നിങ്ങളുടെ പേര് അർജുൻ അല്ലേ? എസ് അർജുൻ. ഇംഗ്ലീഷിൽ പറയായിരുന്നു. അതെ അർജുനാണ്. നിങ്ങൾ ജോയിൻ ചെയ്ത, നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിയത് പ്രൊഫസർ ജോബ് കിട്ടിയത് ഭയങ്കര ഹാപ്പിയായി. അപ്പ സമാധാനായി. അതിനായിട്ട് ഏടി അനു എന്നെ അനു വിളിച്ചു വരുന്ന. ആൻറ്റി അനു ഉണ്ടോ? അനു ഓഫീസിൽ പോയിനപ്പാ. ശരി ഞാൻ ഓഫീസിലേക്ക് പോണേ എന്ന് പറഞ്ഞ് അർജുൻ ഹാപ്പി ആയിട്ട് ഓഫീസിലേക്ക് വന്നായിരുന്നു. ഓഫീസിൽ സാർ മാം എവിടെ ഉള്ളത്? ഇതിനകത്തുകൊണ്ട് പറയായിരുന്നു. ശരി അനു എന്ന് പറയായിരുന്നു. അനു ഒരു ടെൻഷനായി. ആരാ തോന്നിട്ടോ? അർജുൻ വന്നായിരുന്നു. അർജുൻ എന്താ? എനിക്ക് ജോയിൻ സീറ്റ് കിട്ടിയിട്ടുണ്ട്.